രീതിയിലാണ് ചർച്ചകൾ എന്ന് നമുക്ക് പരിശോധിച്ചാൽ ജോസ് കെ മാണി കോൺഗ്രസിനെ താല്പര്യം അറിയിച്ചു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നത്. പ്രധാന നേതാക്കളുമായൊക്കെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ദില്ലിയിൽ ഏതായാലും അടുത്തയാഴ്ച മുന്നണി മാറ്റത്തിൽ ചർച്ചകൾ നടക്കും. സീറ്റ് വിഭജന ചർച്ചകൾക്കായി കേരള നേതാക്കൾ അടുത്തയാഴ്ച ദില്ലിയിൽ എത്തുന്നുണ്ട്. PR സുനിലാണ് ചേരുന്നത്. സുനിൽ, മുന്നണി മാറ്റം ഏറെ നിർണായകമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുന്നുണ്ട്. കേരള കോൺഗ്രസ്, RJD ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കക്ഷികളെ LDF-ൽ നിന്ന് UDF പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു. ഇന്നിപ്പോൾ ജോസ് കെ മാണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലൊക്കെ ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ജോസ് കെ മാണിക്ക് UDF-ലേക്ക് വരാൻ വലിയ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെ, കോൺഗ്രസിൽ ഏത് തരത്തിലാണ് ദില്ലിയിൽ ചർച്ചകൾ നടക്കാൻ പോകുന്നത്? വിനീത, കേരളത്തിൽ വിജയിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആവശ്യമാണ്. ആ നിലയിൽ തന്നെ കൂടുതൽ പാർട്ടികളെയൊക്കെ തന്നെ UDF-ലേക്ക് കൊണ്ടുവന്ന് വിജയ സാധ്യത ഉറപ്പാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്. അതിനുവേണ്ടി തന്നെയാണ് മധ്യ കേരളത്തിൽ ഇപ്പോൾ ജോസ് കെ മാണിയെ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകാനുള്ള നീക്കം കോൺഗ്രസ് ആലോചിക്കുന്നത്. ഏതായാലും UDF-ലേക്ക് മടങ്ങി വരാനുള്ള താല്പര്യം ജോസ് കെ മാണിക്കുമുണ്ട്. അക്കാര്യം ജോസ് കെ മാണി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ വളരെ വിശദമായ ചർച്ച ദില്ലി കേന്ദ്രീകരിച്ച് നടക്കാനുള്ള സാധ്യതയാണ് പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മാസം 16-ാം തീയതി കേരളത്തിലെ സീറ്റ് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായി പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ദില്ലിയിലേക്ക് വരുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചുള്ള ആദ്യത്തെ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗമാണ് 16-ാം തീയതി ചേരാൻ പോകുന്നത്. അപ്പോൾ എല്ലാ നേതാക്കളും ദില്ലിയിലെത്തുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിലുള്ള ചർച്ചകൾ കൂടി നടക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ജോസ് കെ മാണിയുമായി ഇപ്പോഴും നിരന്തരം ആശയവിനിമയത്തിലാണ് എന്നാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അറിയിക്കുന്നത്. ആ അർത്ഥത്തിൽ ജോസ് കെ മാണിയെ ഒപ്പം കൊണ്ടുവരാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനകത്ത് വളരെ ശക്തമായി തന്നെയുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ എത്രയും വേഗം തീരുമാനമെടുക്കേണ്ടി വരും എന്ന അഭിപ്രായം പല നേതാക്കൾ അറിയിക്കുന്നുമുണ്ട്. കാരണം ഇപ്പോൾ ബജറ്റ് സമ്മേളനം, പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 1-ന് ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുള്ള നീക്കങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരിക, ഏതായാലും ലീഗ് അടക്കം പച്ചക്കൊടി കാട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ജോസ് കെ മാണിയെ കൊണ്ടുവരുന്നതിന് മറ്റ് തടസ്സങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ജോസഫ് വിഭാഗത്തിന്റെ ഒക്കെ തന്നെ ഒരു അനുമതി വേണം. കാരണം സീറ്റുകൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഈ രണ്ട് കേരള കോൺഗ്രസ് വിഭാഗങ്ങൾക്കിടയിൽ ഒരു സമവായം ഉണ്ടാക്കേണ്ട സാഹചര്യം കൂടി വരും. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ കൂടി വിശദമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് പോവുക. ഏതായാലും ഇപ്പോൾ ജോസ് കെ മാണിയും ജോസ് കെ മാണിക്കൊപ്പമുള്ള ഉള്ള MLA-മാരും ഒക്കെ തന്നെ ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരണം നൽകിയിരിക്കുന്നത് LDF-നൊപ്പം ഉറച്ചു നിൽക്കും എന്നൊക്കെയാണ്. പക്ഷേ അപ്പോൾ തന്നെ ഈ കോൺഗ്രസുമായുള്ള ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരിയല്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ട് ഈ മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായി തന്നെ തുടരുന്നു. അങ്ങനെയല്ലേ? തീർച്ചയായും വിനീത, ഏതായാലും സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അവർ ആശുപത്രിയിലായിരുന്നു, അതുകൊണ്ട് ചികിത്സയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഫോൺ സംഭാഷണത്തിനുള്ള സാധ്യതയില്ല എന്നാണ് പ്രധാനമായും ഹൈക്കമാൻഡിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല സോണിയാഗാന്ധി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാനുള്ള സാധ്യതയും കുറവാണ്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി ഇടപെട്ട് സംസാരിക്കുന്ന സാഹചര്യമൊക്കെ തന്നെയുണ്ട്. പക്ഷേ സോണിയാഗാന്ധി അങ്ങനെ ഇടപെട്ട് സംസാരിക്കാൻ സാധ്യതയില്ല എന്നുകൂടി നേതാക്കൾ വ്യക്തമാക്കുമ്പോൾ തീർച്ചയായും അത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഏതായാലും കേരള കോൺഗ്രസിലെ ചില നേതാക്കളാണ് പറയുന്നത് സോണിയാഗാന്ധി ജോസ് കെ മാണിയുമായി സംസാരിച്ചു എന്നൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് രാവിലെ പുറത്തു വന്നത്. പക്ഷേ അത് ഹൈക്കമാൻഡ് സമ്മതിക്കില്ല. പക്ഷേ എങ്കിൽ പോലും ഈ വിഷയത്തിലുള്ള ആശയവിനിമയം വളരെ ശക്തമായി തന്നെ നടക്കുന്നുണ്ട് ജോസ് കെ മാണിയുമായി. ശരി, ആശയവിനിമയം കൃത്യമായി നടക്കുന്നു. അടുത്തയാഴ്ച ദില്ലിയിൽ നിർണായക ചർച്ചകൾ നടക്കുമെന്നാണ് PR സുനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇതിലിപ്പോൾ സഭയുടെ സമ്മർദ്ദം അത് നിർണായകമായി തന്നെ ഉണ്ട്. ജോസ് കെ മാണിയോട് UDF പാളയത്തിലേക്ക് പോകണമെന്ന ആവശ്യം, സഭാ സമ്മർദ്ദം അത് ശക്തമായി തന്നെ ഉണ്ട് എന്നാണ് സജോ ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. LDF-നെ ഏതായാലും വെട്ടിലാക്കിക്കൊണ്ട് മധ്യമേഖലാ ജാഥ നയിക്കാൻ ജോസ് കെ മാണി ഇല്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. മധ്യമേഖലാ ജാഥ നയിക്കുന്നതിന് വേണ്ടി പ്രൊഫസർ N ജയരാജനോട് ജോസ് കെ മാണി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 16-ന് കോട്ടയത്ത് ചേരുന്ന സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നിർണായക തീരുമാനമെടുക്കുമെന്നതാണ് വിവരം. സജോ ദേവസ്യാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സജോ, ഏതായാലും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു തുറന്ന ചർച്ചയുണ്ടാകും
എന്ന് പ്രതീക്ഷിക്കുകയാണ് മുന്നണി മാറ്റ കാര്യത്തിൽ. ഒപ്പം ജാഥയിൽ പങ്കെടുക്കുന്നതിൽ ജാഥ ക്യാപ്റ്റൻ ആരാകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയൊരു ചർച്ച നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സഭയുടെ സമ്മർദ്ദം അതങ്ങനെ തള്ളിക്കളയാനും കഴിയുന്നതല്ല അല്ലേ സജോ ദേവസ്യ? വിനീത, ജോസ് കെ മാണിയുടെ പാർട്ടിയെ UDF-ൽ എത്തിക്കുന്നതിന് വേണ്ടിയും ആ പാർട്ടിക്കകത്തും അതല്ലാത്തവരുമായ ആളുകൾ നീക്കം നടത്തുന്നു. അതിനിടെ രണ്ടിലെ പിളരുമോ എന്ന നിലയ്ക്കുള്ള ആഭ്യന്തര ഭിന്നത അവിടെയും നിലനിൽക്കുന്നു. അതിനിടെയാണ് ഈ കാര്യത്തിൽ UDF-ലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ എത്തിക്കണം എന്ന നിലയ്ക്ക് ഒരു വിഭാഗം നേതാക്കൾ, പ്രത്യേകിച്ച് തന്നെ കേരള കോൺഗ്രസ് എമ്മിലെ തന്നെ ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ, പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എന്നിവർക്ക് UDF-ലേക്ക് പോകാനാണ് താല്പര്യം. ഇവരടക്കം മുൻകൈയെടുത്താണ് നേരത്തെ സഭാ നേതാക്കളെ കണ്ടത്. അതായത് മധ്യ കേരളത്തിലെ രൂപതാധ്യക്ഷന്മാർ, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ എന്നിവരുമായി ആശയവിനിമയം നടത്തി. ഈ കാര്യത്തിൽ നേതാക്കൾ തന്നെ താല്പര്യമെടുത്ത്, മറ്റു ചില നേതാക്കൾ കൂടി ഇതിൽ താല്പര്യമെടുത്ത് സഭാ നേതൃത്വത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു ഇടപെടൽ ആവശ്യം മുന്നോട്ട് വന്നതോടുകൂടി വിഷയത്തിൽ ഇടപെട്ട ഒരു മധ്യസ്ഥ റോൾ വഹിക്കുക എന്നതാണ് സഭയുടെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു നീക്കം. അതായത് UDF-ലേക്ക് പാർട്ടി എത്തിക്കുക. പക്ഷേ ആ പാർട്ടിയെ ഒന്നടങ്കം എത്തിക്കാൻ കഴിയുമോ എന്നൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. എന്താണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം? കാരണം പാർട്ടി പിളരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. റോഷിയും അതുപോലെ തന്നെ പ്രമോദ് നാരായണനും ഒക്കെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് രൂപപ്പെടുന്നു. അതിനെയും കൂടി മറികടക്കുക എന്നൊരു നീക്കം കൂടിയുണ്ട്. ഈ ഒരു മധ്യസ്ഥത റോൾ കൂടി ഇതിനകത്തുള്ള മറ്റ് നേതാക്കളെ കൂടി അനുനയിപ്പിക്കുക എന്നത് പ്രധാനമാണ്. ഇതുകൂടാതെ കേരള കോൺഗ്രസ് എം UDF-ൽ എത്തുമ്പോൾ ജോസഫ് ഗ്രൂപ്പ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട്, അതിൽ തന്നെ ഒരു മുൻകൂട്ടിയുള്ള ഉറപ്പ്, ഇത്ര സീറ്റുകൾ എന്നത് 8 സീറ്റുകളുടെ കാര്യത്തിൽ 8 സീറ്റുകൾ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത്. അത്രയും സീറ്റുകൾ, വിജയസാധ്യതയുള്ള 8 സീറ്റുകളിൽ കേരള കോൺഗ്രസ് എമ്മിനെ അനുഭാവപൂർവ്വം പരിഗണിക്കാം. സമാന നമ്പർ തന്നെ ജോസഫ് ഗ്രൂപ്പിന്റെ കാര്യത്തിലും പരിഗണിക്കാം എന്നതാണ്. അവരുടെ സമ്മർദ്ദം എന്നത് ഉറപ്പായും ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് എം വരണം എന്ന വലിയ താല്പര്യമില്ല. അവർ ആ നിലപാട് പരസ്യമായി തുറന്നു പറഞ്ഞതാണ്. അവരെ അനുനയിപ്പിക്കുക എന്നത് പ്രധാനമാണ്. ഇതുകൂടാതെ കോൺഗ്രസിന്റെ കോട്ടയം ജില്ലയിലെയും നേതാക്കളെയും അനുനയിപ്പിക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിലാണ് മധ്യസ്ഥതയുടെ റോൾ സഭ വഹിക്കുന്നത്. എന്താണ് അതിന് എത്രമാത്രം ഫലം കാണുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ശരി, ഏതായാലും സജോ ദേവസ്യ കൂടുതൽ അപ്ഡേറ്റുകൾ നൽകുക. ജോസ് കെ മാണി UDF-ലേക്ക് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.